ലാൽ സലാം ഖലീഫയുടെ സെൻസറിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനായി എത്തുന്ന ചിത്രത്തിൻ്റെ സെൻസറിംഗ് UA-16+ ആണ് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസിൽ സെൻസറിംഗ് നടന്നു. ഖലീഫ ദ റൂളർ എന്നുള്ളതാണ് സിനിമയുടെ പേരായി വന്നിരിക്കുന്നത്. 159 മിനിറ്റുകളാണ് സിനിമയുടെ 159.45 മിനിറ്റുകളാണ് സിനിമയുടെ ദൈർഘ്യമായി സെൻസറിംഗ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. സിനിമ സെൻസർ ചെയ്തത് ഇന്നലത്തെ ദിനമായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമയുടെ ഒരു കാര്യം 20-ാം തീയതി റിലീസിനെത്തുകയാണ്. ഏറെയും ഹൈപ്പോടെ തന്നെ നിൽക്കുകയാണ് ഈ ഒരു സിനിമ. എന്തായാലും ഓരോ മലയാളിയും കാത്തിരിക്കുന്നു. മോഹൻലാൽ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ, രഞ്ജി പണിക്കർ, മോഹിനി, മോഹൻ ശർമ്മ, മാളവിക ശർമ്മ, നഫാസ് തുടങ്ങിയവരാണ് ഇതിൻ്റെ പ്രധാന അല്ലെങ്കിൽ നടന്മാരെന്ന് തന്നെ പറയാം. മ്യൂസിക് ജേക്സ് ബിജോയാണ്. ചമ്മൻ ചാക്കോ ആണ് ഇതിൻ്റെ എഡിറ്ററായി നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വൈശാഖിൻ്റെ ചിത്രം. ഈ ഒരു സിനിമ ഈ ഒരു ഓണക്കാലത്ത് എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. തീർച്ചയായും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഏറെ നാളായി ആരാധകർ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾ കൂടി ഉള്ളതുകൊണ്ട്, ക്യാമിയോ അല്ല എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിരിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇനി ട്രെയിലർ വരാനുണ്ട്. അതിനകത്തിൽ ഇതുവരെയുള്ള ഡീറ്റെയിൽസിൽ കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാം. എന്താണേലും കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ എണ്ണി. ഓണത്തിൻ്റെ ആദ്യത്തെ വെടി പൊട്ടിക്കാനായിട്ട് ഈ ഒരു സിനിമ എത്തുമ്പോൾ ഫാൻ ഷോയുടെ അയ്യരുകളി ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മോഹൻലാൽ ഫാൻസും അതേപോലെ തന്നെ പൃഥ്വിരാജ് ഫാൻസും പല സ്ഥലങ്ങളും ഫാൻ ഷോ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമ മികച്ച രീതിയിലേക്കുള്ള ഒരു പോക്കിലേക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെയാണ്. 2 മണിക്കൂറും 39 മിനിറ്റും ദൈർഘ്യമായി എത്തുന്ന ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റും 16+ റേറ്റിംഗും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററുകൾ ഭരിക്കാൻ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജ് എത്താൻ പോവുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ വലിയ താമസമില്ലാതെയുണ്ട്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.